ശരീരം സ്വരൂപം തഥാ വാ കളത്രം യശച്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം തതക്കിം 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 തതക്കിം. നമസ്കാരം. പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവഷ്ടകം എന്ന ഗുരുവിനെ പ്രകീർത്തിക്കുന്ന, ഗുരുവിൻ്റെ മാഹാത്മ്യം കാണിക്കുന്ന 8 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ഒരു ശ്ലോകമാണ് ഇത്. അദ്ദേഹം പറയുന്നത്, നല്ല ശരീരം ഉണ്ട്, ഭാര്യയുണ്ട്, സുഖമായിട്ടുള്ള കുടുംബജീവിതമൊക്കെയാണ്, നല്ലപോലെ കുറേയൊക്കെ കീർത്തിയുണ്ട്, ആൾക്കാരുടെ ഇടയിലൊക്കെ സ്വാധീനം, മേരുപർവ്വതത്തിന് തുല്യമായിട്ടുള്ള ധനം ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ഗുരുനാഥൻ ഇല്ല, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പാദത്തിലുള്ള ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ടും എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഈ ഭാരതീയ സംഹിതയിൽ ഗുരുവിനുള്ളതായിരിക്കുന്ന സ്ഥാനം അത്രയധികമുണ്ട് എന്ന് കാണിക്കുകയാണ്. ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹം, ഗുരുവോരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണപ്രശാന്തയെ, ഒരുവിധം വലിയ നിലയിൽ ഒക്കെ ജ്ഞാനം നേടി എത്തിയിട്ടുള്ളവരൊക്കെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും. അതിന് വലിയ സ്ഥാനം ഉണ്ട്. ഭാഗവതാദി ശാസ്ത്രങ്ങളാവട്ടെ, ആത്മവിദ്യയാവട്ടെ, ഒരു വഴിക്ക് പോയവർക്ക് അവിടേക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ. അല്ലാത്ത വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ, അവിടെ ചോദിച്ചോളൂ എന്ന് പറയും അല്ലേ. അപ്പോൾ യഥാർത്ഥ ഗുരുനാഥന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഈശ്വര വഴിക്ക് സഞ്ചരിച്ച് ശീലമുള്ളവരാണ്. അവരെയാണ് നമ്മൾ ഗുരു എന്ന് പറയുക. ഗു എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധകാരം. രു എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്നവൻ. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ച ജ്ഞാനപഥത്തിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരുനാഥൻ. അപ്പം അദ്ദേഹത്തിന് ഈശ്വരനിൽ നിന്ന് അന്യമായി കാണരുത് എന്ന്, മനുഷ്യദൃഷ്ടിയാ കാണരുത് എന്ന് ഭാഗവതത്തിൽ പ്രത്യേകം പറയുന്നു. നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ പറയുന്നു, ഭാഗവതത്തിൽ മാത്രമല്ല. മനുഷ്യനല്ല, ഈശ്വരനായിട്ട് തന്നെ കാണണം. അതിനാണ് ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തിയും എന്നൊരു ശ്ലോകത്തിൽ ബ്രഹ്മത്തിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ഗുരുവിന് വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ ഗുരുവും ഈശ്വരനും രണ്ടല്ല. അതവിടെ നല്ല ശരീരമാവട്ടെ, ധാരാളം ധനമുണ്ട്, കീർത്തിയുണ്ട്, എങ്കിലും ഒരു ഗുരുനാഥൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ, ഒരു ഗുരു നമുക്ക് വഴികാട്ടിയായിട്ടില്ലെങ്കിൽ ഇതൊന്നും ജീവിതത്തിൽ പ്രയോജനപ്പെടുകയോ ശോഭിക്കുകയോ ഇല്ല എന്നാണ് ഗുരുവഷ്ടകത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അല്ലേ, ഇപ്പം ഗുരുനാഥൻ ചീത്ത പറയുക, ശാസിക്കുക, അതൊക്കെ ചെയ്താൽ എന്തൊക്കെ തരത്തിലാണ് പ്രതികരിക്കുന്നത്? അയാളുടെ ജോലി അടക്കം പോകുന്ന വിധത്തിലുള്ള കലാപങ്ങളൊക്കെ ഇന്ന് ചെറു തലമുറ ചെയ്യുന്നു. ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ഉള്ള സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികൾ വേണ്ടതെന്ന് മനസ്സിലാക്കില്ല, വേണ്ടാത്തതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഈ ഗുരു എന്ന് പറഞ്ഞാൽ അമ്മ ആദ്യത്തെ ഗുരു, അച്ഛൻ പിന്നത്തെ ഗുരു, അറിവ് പകരുന്ന ആൾ പിന്നത്തെ ഗുരു. ഇതൊക്കെയും ഗുരുസ്ഥാനത്ത് കാണേണ്ടതാണ്. വയസ്സിന് മേപ്പെട്ടുള്ളവരെയൊക്കെ ഗുരുവായിട്ട് കാണണം, ഗുരുസ്ഥാനത്ത് കാണിക്കണം. ഗുരുസ്ഥാനീയന്മാരായിട്ടുള്ളവരെ ബഹുമാനിക്കുക എന്നൊരു സംസ്കാരം ഇന്നില്ലാണ്ടായിരിക്കണം. അപ്പോൾ ആ ഗുരുവിൻ്റെ സ്ഥാനം, അന്ധകാരത്തെ നശിപ്പിച്ച ജ്ഞാനം നമുക്ക് നൽകുന്ന ഭഗവാൻ തന്നെ എന്താണ് കുചേലനെ കണ്ടപ്പോൾ പറഞ്ഞത്? ആ ഗുരുവിൻ്റെ കാലത്ത് ഗുരു പറഞ്ഞതനുസരിച്ച് സുഖമായിട്ട് വിദ്യ ശീലിച്ചതുകൊണ്ടല്ലേ സുധാമാവെ നമ്മളിങ്ങനെ കഴിഞ്ഞു കൂടുന്നത് എന്ന് ഭഗവാന് വല്ലവരുടെ സഹായം ശരിക്കും അനുഗ്രഹം ആവശ്യമുണ്ടോ? പക്ഷേ ജനിച്ച് മനുഷ്യനായിത്തിരിക്കുക, ധർമ്മം അനുഷ്ഠിച്ചിട്ട് പറയുകയാണ് ഗുരുവോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ആ ഒരു മഹത്വം, ആ ഒരു വലിയ നിധി കൈക്കലാക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഗുരുവിൻ്റെ പ്രാധാന്യം എന്താണത്. അറിയണവർക്കേ അറിയുള്ളൂ. പണ്ട് ഈ കൃഷ്ണവിലാസം കാവ്യം സുകുമാരകവിയാണ് എഴുതിയതെന്നാണ്. അദ്ദേഹം എത്ര നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലൊക്കെ പഠിച്ച് ഗുരു പറഞ്ഞത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും ഈ ഗുരു അംഗീകരിക്കില്ല. ഒന്നും കൂടിയാണ് നേരെ വേണ്ട അങ്ങനെ പറഞ്ഞപ്പോൾ ഈ പത്നിക്ക് തന്നെ വല്ലാത്തൊരു സംശയം തോന്നിയെന്നാണ്. എന്താണ് അങ്ങ് ഇങ്ങനെ ആ സുകുമാരനെ ചീത്ത പറയണത്? നല്ല കുട്ടിയല്ലേ അവൻ, എല്ലാവരേക്കാൾ മാർക്ക് മേടിക്കേണ്ട ബുദ്ധിശക്തിയുണ്ട്, അത് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞു. അവൻ
എല്ലാവരേക്കാളും മീതെ ആവണം. ഒക്കെ ആയി എന്ന് പറഞ്ഞാൽ അവൻ അവിടുന്ന് അങ്ങോട്ട് പുരോഗതി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പോരാ പോരാ എന്ന് പറയുന്നത്. ഇത് ഏത് സമയത്താണ് സുകുമാരൻ കേൾക്കണത് അറിയോ? അവിടെ പ്രാധാന്യം. ഗുരുനാഥൻ്റെ ശാസനം അടുത്തൊരു ദിവസം ഈ സുകുമാരൻ ഗുരുനാഥൻ ഉറങ്ങണ സമയത്ത് മുകളിൽ കല്ല് ഇട്ട് കൊല്ലാൻ നോക്കി എന്നാണ് ഗുരുനാഥനെ. അപ്പോഴാണ് ഈ ഭാര്യയുടെ ചോദ്യോത്തരം കേട്ടോ, എന്തിനാണ് സുകുമാരനെ ചീത്ത പറയണത് എന്ന്. അപ്പം അവൻ നന്നാവാനാണ് എന്നും അവനുള്ള വാത്സല്യം കൊണ്ടാണ് ഞാൻ അവനെ എപ്പോഴും ശാസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഈ വധിക്കാൻ പുറപ്പെട്ട ശിഷ്യൻ മുകളിൽ ഇരുന്നിട്ട് അങ്ങോട്ട് കേൾക്കുകയാണ് പത്നിയോട് പറയണതേ. അദ്ദേഹത്തിന് വല്ലാത്ത പശ്ചാത്താപമായി. അടുത്ത ദിവസം ഗുരുനാഥനോട് ചോദിച്ചു, ഗുരുനാഥ, ഒരു ഗുരുനാഥനെ ഒരു ശിഷ്യൻ കൊല്ലാൻ നോക്കിയാൽ അതിനെന്താ പരിഹാരം ചോദിച്ചു. എന്തിനാ നേരം പ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ പറയണ? സുകുമാര, ഇവിടെ ആരും ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ലല്ലോ. അല്ല, അങ്ങനെയല്ല, എനിക്കത് അറിയണം എന്ന് വേണ്ടി ചോദിച്ചതാ. ഉറപ്പാണോ എന്ന് ചോദിച്ചു. അതെ. തന്നോളം വലിപ്പത്തിലൊരു കുഴി പണിത് അതിൽ നിറച്ച് നിറച്ച് തീയിട്ട് അതിൽ ഇരുന്ന് ഉരുകി 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 മരിക്കണം. അങ്ങനെ തോന്നിയിട്ടുണ്ടാച്ചാൽ വേറെ പരിഹാരമില്ല എന്ന് പറഞ്ഞു. ഉടനെ സുകുമാരൻ കവി അത് ചെയ്തു എന്നാണ്. കാരണം താൻ ഗുരുനാഥനെ കൊല്ലാൻ നോക്കിയതല്ലേ. അപ്പം എഴുതിയത് അത്രേ കൃഷ്ണവിലാസം കാവ്യം. മനോഹരമായിട്ടുള്ള കുറേ സർഗ്ഗങ്ങൾ, 12 സർഗ്ഗം, അത് മുഴുവനാവണേൻ്റെ മുമ്പ് അദ്ദേഹം മരിച്ചു എന്നാണ്. അപ്പം അങ്ങനത്തെ ഗുരുഭക്തിയുള്ളവരെയൊക്കെ എത്രയോ ഉദാഹരണം. ഏകലവ്യൻ അല്ലേ, വിരലാണ് മുറിച്ചു കൊടുത്തു. വിദ്യ പ്രയോഗിക്കേണ്ട വിരലാണ് മുറിച്ചു കൊടുത്തത്. നമ്മൾ വിചാരിക്കുക എന്താപ്പോൾ വിദ്യ പഠിച്ചിട്ട് കാര്യം ഉണ്ടായി. കാരണം ഇത് മനസ്സിലാക്കി, അതന്നെ വലിയ കാര്യം. എന്താണ്, ആ ഒരൊറ്റ നിമിഷം കൊണ്ട് വിരൽ മുറിച്ചതുകൊണ്ട് ഏകലവ്യൻ പ്രസിദ്ധനായി ഇല്ലേ. എത്രയോ വർഷം അസ്ത്രവിദ്യ പ്രയോഗിച്ചാൽ കിട്ടുന്ന പ്രശസ്തി അല്ല ഈ വിരൽ മുറിക്കണോണ്ട് അദ്ദേഹത്തിന് കിട്ടിയത്. ഇന്നും നമ്മൾ ഏകലവ്യൻ എന്ന് പറയണു. അങ്ങനെ പണി ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഏകലവ്യൻ്റെ പേര് പോലും നമ്മൾ കേൾക്കില്ല. അപ്പോൾ ആ പ്രശസ്തിയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. സെക്കൻഡ് വെച്ചിട്ട് കുറച്ച് വിഷമം സഹിച്ചാലും ചരിത്രപ്രസിദ്ധനായി ഏകലവ്യൻ. ഇങ്ങനെയുള്ള ഗുരുഭക്തി അല്ലേ, അമ്മ, അച്ഛൻ, പ്രായസ്ഥന് മേപ്പെട്ടുള്ളവരെ, അപ്പം അവരെ നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിച്ച് പഠിക്കുന്നതാണ്. ആചാര്യദേവോഭവ, മാതൃദേവോഭവ, പിതൃദേവോഭവ, അതിഥി ദേവോഭവ. അതിഥിയും ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ടതാണ്. ഇന്നത്തെ തലമുറ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ. ഇന്ന് കാണുന്നതായിട്ടുള്ള ഒരുപാട് സമൂഹത്തിലെ പൊരുത്തക്കേടുകളും തിന്മകളും നമുക്ക് ഇല്ലാതാക്കാം. ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഒരു വഴികാട്ടി എപ്പോഴും നമുക്ക് വേണം എന്നാണ് ആചാര്യസ്വാമികൾ സൂചിപ്പിക്കുന്നത്. ശരീരം സ്വരൂപം തഥാവാ കളത്രം യശച്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രിപത്മേ മനശ്ചേന്ന ലഗ്നം തത കിം തത കിം തത കിം തത കിം. അതുകൊണ്ട് എന്താ കാര്യം എന്നാണ് തതക്കിം 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 തതക്കിം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.